പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്. രാവണനെ കാണുന്നു, ലങ്കാപുരിയെ മർദ്ദിക്കുന്നു. ചെറുതകലയൊരു വിടപി ശിഖരവുമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സി ജിതശ്രമം. പരപുരിയിൽ ഒരു നൃപതി കാര്യാർത്ഥമായി അതിപാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിന് ഒരഴിനിലയൊഴിഞ്ഞു സാധിച്ച് അഥ സ്വസ്വാമി കാര്യത്തിനന്തരമെന്നിയേ നിജഹൃദയ ചതുരതയോട് അപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോം അവനുത്തമൻ. അതിനു മുഹുരഹം അഖില നിശിചര കുലേശനെ അൻപോട് കണ്ടു പറഞ്ഞു പോയിടണം. അതിനു പെരുവഴിയും ഇത് സുദൃഢം ഇതി ചിന്ത ചെയ്ത് ആരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ. മിഥില നൃപമകൾ മരുവും അതിവിമല ശിംശഭാവൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ. കുസുമദളഫലസഹിത ഗുൽമ വല്ലീ തരുക്കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധൗ. ജനനിവഹ ഭയജനനനാദഭേദങ്ങളും ജംഗമജാതികളായ പതത്രികൾ അതിഭയമോട് അഖില ദിശി ദിവി ഖലു പറന്നുടൻ ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും. രജനി ചരപുരി ജഡിതി കീഴ്മേൽ മറിച്ചിത് രാമദൂതൻ മഹാവീര്യപരാക്രമൻ. ഭയമോട് അതുപൊഴുതു നിശിചരികളും ഉണർന്നിത് പാർത്തനേരം കപിവീരനെ കാണായി. ഇവൻ അമിതബലസഹിതൻ ഇടിനിനതമൊച്ചയുൺ എന്തൊരു ജന്തു ഇതെന്തിനോ വന്നതും. സുമുഖി തവ നികടഭുവി നിന്നു വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലീലയോ ചൊല്ലടോ. മനസ്സി ഭയമധികം ഇവനെ കണ്ടു ഞങ്ങൾക്ക് മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും. നിശി തമസി വരുവതിനു കാരണമെന്തു ചൊൽ നീ അറിഞ്ഞീലയോ ചൊല്ല് ഇവൻ ആരടോ. രജനി ചരകുലരചിതമായ കളൊക്കവേ രാത്രിഞ്ചരന്മാർക്കൊഴിഞ്ഞ് അറിയാവതോ. ഭയമിവന നികടഭുവി കണ്ടുമൻ മാനസെ പാരം വളരുന്നിത് എന്താവതീശ്വരാം. അവനി മകൾ അവരോടിതു ചൊന്ന നേരത്ത് അവരാശുലങ്കേശ്വരനോട് ചൊല്ലിയിടിനാൾ. ഒരു വിപിനചരൻ അമിതബലൻ അചലസന്നിഭൻ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞത് പൊരുവതിനു കരുതി അവൻ അപഗത ഭയാകുലം പൊട്ടിച്ചത് ചൈത്യപ്രസാദമൊക്കവേ. മുസലധരൻ അനിശമതു കാക്കുന്നവരെയും മുൽപ്പെട്ടു തച്ചു കൊന്നീടിനാൻ അശ്രമം. ഭുവനമതിലൊരുവരെയും അവനു ഭയമില്ലഹോ പോയീലവൻ അവിടുന്ന് ഇനിയും പ്രഭോ. ദശവദനൻ ഇതി രജനിചരികൾ വചനം കേട്ടു ദന്തശൂകോപമക്രോധവിവശനായി. ഇവനിവിടെ നിശിതമസി ഭയമൊഴിയെ വന്നവൻ ഏതുമെളിയവൻ അല്ലെന്നു നിർണയം. നിശിത ശര കുലിശ മുസലാദ്യങ്ങൾ കൈക്കൊണ്ട് നിങ്ങൾ പോക ആശു 100,000 വീരന്മാർ. നിശിചര കുലാധിപാജ്ഞാകരന്മാർ അതിനിർഭയം ചെല്ലുന്നതു കണ്ടു മാരുതി. ശിഖരി കുലമൊടും അവനി മുഴുവൻ ഇളകും വണ്ണം സിംഹനാദം ചെയ്തതു കെട്ടു രാക്ഷസർ. സഭയതര ഹൃദയമത മോഹിച്ചു വീണിത് സംഭ്രമത്തോടടുത്തിയിടിനാർ. പിന്നെയും ശിതവിശിഖമുഖ നിഖില ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കവീന്ദ്രനും മുഹുരുപരി വിരവിനോട് ഉയർന്നു ചിതശ്രമം മുൽക്കരം കൊണ്ടു താടിച്ചൊടുക്കിയിടിനാൻ. നിയുത നിശിചര നിധന നിശമന ദശാന്തരെ നിർഭയം ക്രുദ്ധിച്ചു നക്തഞ്ചരേന്ദ്രനും. അഖില ബലപതി വരരിൽ ഐവരെ ചെല്ലുകെന്ന് അത്യന്ത രോഷാൽ നിയോഗിച്ചനന്തരം പരമരണ നിപുണനോട് എതിർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചിത്. തദനു ദശവദനൻ ഉദിത ക്രുധ ചൊല്ലിനാൻ തദ്ബലം അദ്ഭുതം മദ്ഭയോദ്ഭൂതിതം. പരിഭവമുട് അമിതബലസഹിതമപി ചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാർ. ഇവന് മമ നികടഭുവി ജഡിതി സഹജീവനോടെ എന്നു ബന്ധിച്ചു കൊണ്ടെന്നു വെച്ചിടുവാൻ. മഹിതം അതിബലസഹിതം 70 മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ വൃഷം. ദശവദന വചന നിശമന ബലസമന്വിതം ദണ്ഡമുസല ഖഡ്ഗേഷു ചാപാദികൾ കഠിനതരമലറി നിജകരം അതിലെടുത്തുടൻ കർപ്പൂരേന്ദ്രന്മാർ അടുത്താർ കവീന്ദ്രനും
ഭുവനതലമുലയെ മുഹുരലറി മരുവും വിധൗ ഭൂരിശസ്ത്രം പ്രയോഗിച്ചാർ അനുക്ഷണം. അനിലജനും അവരെ വിരവോട് കൊന്നിയിടിനാൻ ആശുലോഹസ്തംഭ താടനത്താലഹോ. നിജസജീവതനയർ എഴുവരും അമിത സൈന്യവും നിർജ്ജര ലോകം ഗമിച്ചതു കേൾക്കയാൽ മനസ്സി ദശമുഖനും ഒരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ. ഇനി ഒരുവൻ ഇവനോട് ജയിപ്പതിനില്ല, മറ്റിങ്ങനെ കണ്ടീല മറ്റു ഞാൻ ആരെയും. ഇവരൊരുവർ എതിരിടുകിൽ അസുരസുരജാതികൾ എങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രേ. അവർ പലരും ഒരു കവിയോടെ ഏറ്റുമരിച്ചിത്, ഇന്നയ്യോ സുഹൃതം നശിച്ചിത് മാമകം. പലവും ഇതു കരുതി ഒരു പരവശത കൈക്കൊണ്ട് പാരം തളർന്നൊരു താതനോടാതരാൾ വിനയമൊടു തൊഴുത് ഇളയ മകനും ഉര ചെയ്തിത്, വീരപുംസാമിതം യോഗ്യമല്ലേതുമേ. അലമലം ഇതറികിൽ അനുചിതമഖില ഭൂഭൃതാം ആത്മഖേദം ധൈര്യ ശൗര്യ തേജോഹരം. അരിവരണ നിമിഷമിഹ കൊണ്ടുവരുവൻ എന്ന് അക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ. കപിവരനും അതുപൊഴുതു തോരണമേറിനാൻ കാണായി ദക്ഷകുമാരനെ സന്നിധൗ. ശരനികര ശകലിത ശരീരനായി വന്നിത് ശാഖാമൃഗാധിപൻ താനും അതുനേരം. മുനിവിനോട് ഗഗനഭുവി നിന്നു താണാശു തന്മൂർധനി മുൽഗരം കൊണ്ട് എറിഞ്ഞിടിനാൻ. ശമനപുരി വിരവിനോട് ചെന്നു പൊക്കിയിടിനാൻ ശക്തനാമക്ഷകുമാരൻ മനോഹരൻ. വിബുധ കുലരിപു നിശിചരാധിപൻ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്തനായി. അമരപതിജിതം അമിത ബലസഹിതം ആത്മജം ആത്മഖേദത്തോടണച്ചു ചൊല്ലിയിടിനാൻ. പ്രിയതനയ ശൃണുവചനമിഹ തവ സഹോദരൻ പ്രേതാധിപാലയം ബുക്കതു കേട്ടിയിലേ. മമ സുതനെ രണശിരസി കൊന്ന കവീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിനയച്ചിടുവാൻ. ത്വരിതമഹം അതുലബലമോടു പോയിടുവൻ ത്വൽക്കനിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ. ഇതി ജനകവചനമലിവോട് കേട്ടാതരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ. ത്യജമനസി ജനക തവ ശോകം മഹാമതേ, തീർത്തുകൊള്ളുവൻ ഞാൻ പരിഭവമൊക്കവേ. മരണവിരഹിതൻ അവൻ അതിനില്ല സംശയം, മറ്റൊരുത്തൻ ബലാൽ അത്ര വന്നിടുമോ. ഭയം ഇവനു മരണകൃതമില്ലെന്നു കാൺകിൽ ഞാൻ ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചു കൊണ്ടിടുവൻ. ഭുവനതലം അഖിലം അരവിന്ദോദ്ഭവാദിയാം പൂർവദേവാരികൾ തന്ന വരത്തിനാൽ. വലമഥനമപി യുധി ജയിച്ച നമ്മോട് ഒരു വാനരൻ വന്ന് എതിരിട്ടതും അത്ഭുതം. അതു കരുതും അളവിലിഹ നാണമാം എത്രയും ഹന്തുമശക്യോപി ഞാൻ അവിളംബിതം. കൃതിഭിരപി നികൃതിഭിരപി ഛദ്മനാപി വാ കൃച്ഛ്രേണ ഞാൻ ത്വത്സമീപേ വരുത്തുവൻ. സപതി വിപദുപഗതം ഇഹ പ്രമദാകൃതം സമ്പദ്വിനാശകരം പരം നിർണയം. സസുഖമിഹ നിവസമയി ജീവതി ത്വം വൃഥ സന്താപമുണ്ടാകരുത് കരുതുമാം. ഇതി ജനകനോട് നയഹിതങ്ങൾ സൂചിച്ച് ഉടൻ ഇന്ദ്രജിത്വം പുറപ്പെട്ടു സന്നദ്ധനായി. രഥകവച വിശിഖധനുരാദികൾ കൈക്കൊണ്ട് രാമദൂതം ജേതും ആശു ചെന്നീടിനാൻ. ഗരുഡനിഭനഥ ഗഗനമുത്പതിച്ചിടിനാൻ ഗർജനപൂർവകം മാരുതി വീര്യവാൻ. ബഹുമതിയും അകതളിരിൽ വന്നു പരസ്പരം ബാഹുബലവീര്യവേഗങ്ങൾ കാൺകയാൽ. പവനസുതശിരസി ശരം അഞ്ചുകൊണ്ടെയ്തിത് പാകാരിജിത്തായ പഞ്ചാസ്യ വിക്രമൻ. അഥ സപതി ഹൃദി വിശിഖമൊട്ടുകൊണ്ട് എയ്തു മറ്റാറു ബാണം പദങ്ങളിലും തഥാ. ശിതവിശിഖമധികതരമൊന്നു വാൽമേലെയ്തു സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ. തദനു കപികുലതിലകൻ അമ്പുകൊണ്ട് ആർത്തനായി സ്തംഭേണ സൂതനെ കൊന്നിത് സത്വരം. തുരകയുതരഥവും അഥ ജഡിതി പൊടിയാക്കിനാൻ ദൂരത്തു ചാടിനാൻ മേഘനിനാദനും. അപരമൊരു രഥം അധിക വിതതമുടനേറി വന്ന് അസ്ത്രശസ്ത്രൗഘവരിഷം തുടങ്ങിനാൻ. രുഷിതമതി ദശവദന തനയ ശരപാതേന രോമങ്ങൾ നന്നാലു കീറി കവീന്ദ്രനും.
അതിനുമൊരു കെടുതി അവനില്ലെന്നു കാണുകയാൽ അംഭോജ സംഭവ ബാണമെയ്തിയിടിനാൻ. അനിലജനും അതിന് ബഹുമതിയോട് ഉടൻ ആദരിച്ചാഹന്ത മോഹിച്ചു വീണിത് ഭൂതലേ. ദശവദനസുതൻ അനിലതനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ. പവനജനു മനസ്സിയൊരു പീഡയുണ്ടായില്ല പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ. നളിനദളനേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ. അമലഹൃതി മധുമഥന ഭക്തി വിശുദ്ധരായി അജ്ഞാന കർമ്മകൃത ബന്ധനം ക്ഷണാൽ. സുചിരവിരചിതമപി വിമുച്യ ഹരിപദം സുസ്ഥിരം പ്രാപിക്കും ഇല്ലൊരു സംശയം. രഘുതിലക ചരണയുഗം അകതളിരിൽ വെച്ചൊരു രാമദൂതന് ബന്ധം ഭവിച്ചിടുമോ? മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം. കപടമതി കലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം. പലരും അതികുതുകമൊടു നിശിചരർ അണഞ്ഞുടൻ പാശഖണ്ഡേന ബന്ധിച്ചത് കാരണം. ബലമിയലും അമരരിപു കെട്ടിക്കിടന്നഴും ബ്രഹ്മാസ്ത്രബന്ധനം വേർപെട്ടതപ്പോഴേ. വ്യഥയും അവൻ അകതളിരിലില്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞീല അവൻ. നിശിചരരെടുത്തുകൊണ്ട് ആർത്തുപോകും വിധൗ നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ. രാവണസഭയിൽ ഹനുമാൻ എത്തുന്നു. അനിലജനെ നിശിചരകുലാധിപൻ മുമ്പിൽ വെച്ച് ആദിതേയാധിപാരാതി ചൊല്ലിയിടിനാൻ. അമിത നിശിചരവരരെ രണശിരസി കൊന്നവൻ ആശു വിരിഞ്ചാസ്ത്രബദ്ധനായിടിനാൻ. ജനക തവ മനസ്സി സജീവന്മാരുമായിനി ചെമ്മേ വിചാര്യ കാര്യം നീ വിധീയതാം. പ്ലവക കുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥിവർഗത്തിനെല്ലാം ഒരന്തകൻ. നിജതനയ വചനമിതി കേട്ടും ദശാനനൻ നിൽക്കും പ്രഹസ്തനോട് ഓർത്തു ചൊല്ലിയിടിനാൻ. ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നും എങ്ങു നിന്നത്ര വരുന്നത് എന്നുള്ളതും ഉപവനവും മനുഷ്യമതു കാക്കുന്നവരെയും ഊക്കോട് മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതം അതിബലമൊടു തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനോട് ഇനി വിരവിനോട് ചോദിക്ക നീ എന്നും ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും. പവനസുതനോട് വിനയനയസഹിതമാതരാൽ പപ്രച്ഛ നീ ആരയച്ചു വന്നു കവേ. നൃപസദസി കഥയ മമ സത്യം മഹാമതേ നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം. ഭയം അഖിലമകതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കും ഇസ്സഭാ പാർക്കനി. അനൃതവചനവും അലം അധർമ്മകർമ്മങ്ങളും അത്ര ലങ്കേശ രാജ്യത്തിങ്കൽ ഇല്ലടോ. നിഖില നിശിചര കുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായുധനയനും. മനസ്സി രഘുകുലവരന മുഹുരവി നിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ. പുടവചനം അതിവിശദമിതി ശൃണു ജളപ്രഭോ പൂജ്യനാം രാമദൂതൻ ഞാൻ അറികനീ. ഭുവനപതി മമപതി പുരന്തരപൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ. ഭുജകുലപതി ശയനൻ അമലനഖിലേശ്വരൻ പൂർവദേവാരാധി ഭുക്തിമുക്തിപ്രദൻ. പുരമഥന ഹൃദയമണിനിലയന നിവാസിയാം ഭൂതേശസേവിതൻ ഭൂതപഞ്ചാത്മകൻ. ഭുജകുലരിപുമണിരഥധ്വജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംമിതൻ. നിജജനകവചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു. ജനകജയം അവരജനുമായി മരുവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടീലേ. തവ മരണമിക വരുവതിന് ഒരു കാരണം താമരസോദ്ഭവകൽപ്പിതം കേവലം. തദനു ദശരഥതനയനും മതംഗാശ്രമേ താപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ. തപനതനയനോട് അനലസാക്ഷിയായി സഖ്യവും താൽപ്പര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതി സുതനെ ഒരു ബാണേന കൊന്നുടൻ അർക്കാത്മജന് കിഷ്കിന്ധയും നൽകിനാൻ.
അടിമലരിൽ അവനമനമഴകിനോടു ചെയ്തവന് ആധിപത്യം കൊടുത്ത് ആധി തീർത്തിയിടിനാൻ. അതിനവനും അവനിതനയാന്വേഷണത്തിനായി ആശകൾ തോറും ഏകൈക 100,000 പ്ലവക കുലപരിവൃഢരെ ലഘുതരമയച്ചതിൽ ഏകനഹമിഹ വന്നു കണ്ടിടിനൻ. വനജ വിടവികളെയും ഉടനുടനിഹ തകർത്തതും വാനരവംശപ്രകൃതിശീലം വിഭോ. ഇകലിൽ നിശിചരവരരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം. മരണഭയമകതളിരിലില്ലയാതെ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം. ദശവദന സമരഭുവി ദേഹരക്ഷാർത്ഥമായി ത്വൽഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം. ദശനിയുതശതവയസി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹം ഓർക്കനി. തവ തനയ കരഗളിത വിധി വിശിഖപാശേന തത്ര ഞാൻ ബദ്ധനായേൻ ഒരു കാൽക്ഷണം. കമലഭവമുഖസുരവരപ്രഭാവേനമേ കായത്തിനേതുമേ പീഡയുണ്ടായവരാ. പരിഭവവും ഒരു പൊഴുതു മരണവും അകപ്പെടാ ബദ്ധഭാവേന വന്നീടിനേൻ അത്ര ഞാൻ. അതിനും ഇതുപൊഴുതിലൊരു കാരണമുണ്ടുകൾ അദ്യഹിതം തവ വക്തും ഉദ്യുക്തനായി. അകതളിരിൽ അറിവു കുറയുന്നവർക്കേറ്റമുള്ള അജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം. അതു ജഗതി കരുതു കരുണാത്മനാം ധർമ്മമെന്ന് ആത്മോപദേശം അജ്ഞാനിനാം മോക്ഷദം. മനസ്സി കരുതുക ഭുവനഗതിയെ വഴിയേ ഭവാൻ മഗ്നനായിടല മോഹമഹാംബുധൗ. ത്യജ മനസ്സി ദശവദന രാക്ഷസീം ബുദ്ധിയെ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടുനി. അതു ജനന മരണ ഭയനാശിനി നിർണയം അന്യയായുള്ളത് സംസാരകാരിണി. അമൃതഘന വിമല പരമാത്മബോധോചിതം അത്യുത്തമാന്വയോദ്ബോധനല്ലോ ഭവാൻ. കളക തവ ഹൃദി സപതി തത്വബോധേന നീ കാമകോപദ്വേഷലോഭമോഹാദികൾ. കമലഭവസുതനയ നന്ദനനാകയാൽ കർപ്പുരഭാവം പരിഗ്രഹിയായിക നീ. ധനുജസുര മനുജ ഖഗ മൃഗഭുജഗഭേദേന ദേഹാത്മബുദ്ധിയെ സന്ധ്യജിച്ചിടുനി. പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ല അറികടോ. അമൃതമയൻ അജൻ അമലൻ അദ്വയൻ അവ്യയൻ ആനന്ദപൂർണനേകൻ പരൻ കേവലൻ. നിരുപമൻ അമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ. നിയമപരനിലയനൻ അനന്തനാദ്യൻ വിഭു നിത്യം നിരാകാരൻ ആത്മാ പരബ്രഹ്മം. വിധി ഹരിഹരാദികൾക്കും തിരിയാതവൻ വേദാന്തവേദ്യൻ അവേദ്യൻ അജ്ഞാനിനാം. സകല ജഗതിതമറികമായാമയം വിഭോ സച്ചിന്മയം സത്യബോധം സനാതനം. ജഡം അഖില ജഗതിതം അനിത്യമറികനി ജന്മജരാമരണാദി ദുഃഖാന്വിതം. അറിവതിനു പണി പരമപുരുഷമറിമായങ്ങൾ ആത്മാനമാത്മനാ കണ്ടു തെളികനി. പരമഗതി വരുവതിന് പരമൊരുപദേശവും പാർത്തു കേട്ടീടു ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ. അനവരതം അകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്നു നിർണയം. അകമലരും അകമകലും അളവ് അതിവിശുദ്ധമായി ആശു തത്വജ്ഞാനവും ഉദിക്കും ദൃഢം. വിമലതര മനസി ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ കേവലാനന്ദാനുഭൂതിയാൽ രജനിചരവനദഹന മന്ത്രാക്ഷരദ്വയം രാമരാമേതി സദൈവ ജപിക്കയും. രതിസപതി നിജഹൃദി വിഹായ നിത്യം മുതാ രാമപദധ്യാനമുള്ളിലുറയ്ക്കയും. അറിവു ചെറുത് അകതളിരിലൊരു പുരുഷനുണ്ടെങ്കിൽ ആ ഹന്ത വേണ്ടുന്നത് ആകയാലാശുനി. ഭജ ഭവഭയാപകം ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപാദാംബുജം. മധുമഥന ചരണ സരസിജയുഗളമാശുനി മൗഢ്യം കളഞ്ഞു ഭജിച്ചുകൊണ്ടീടടോ. കുസൃതികളും ഇനി മനസ്സി കനിവോട് കളഞ്ഞ് വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കുനി. പരധനകളത്രമോഹേന നിത്യം വൃഥ പാപമാർജിച്ചു കീഴ്പോട്ടു വീണീടൊലാം. നളിനദളനയനമഖിലേശ്വരം മാധവം നാരായണം ശരണാഗതവത്സലം. പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തിവിശ്വാസേന സേവിക്ക സന്തതം.
ശരണമിക ചരണകമലെ പതിച്ചീരടോ. ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി. കലുഷം അനവധി ജഡിതി ചെയ്തിതെന്നാകിലും കാരുണ്യം ഈ വണ്ണമില്ല മറ്റാർക്കുമേ. രഘുപതിയെ മനസ്സിൽ കരുതുകിൽ അവനു ഭൂതലെ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ. സനകമുഖമുനികൾ വചനങ്ങളിതോർക്കെടോ. സത്യം മയോക്തം വിരിഞ്ചാതി സമ്മതം. അമൃതസമവചനമിതി പവനതനയോദിതം. അത്യന്തരോഷേണ കേട്ടു ദശാനനൻ. നയനമിരുപതിലും അധ കനൽ ചിതറുമാറുടൻ നന്നായൊരുട്ടി മെഴിച്ചു ചൊല്ലിയിടിനാൻ. തില സദൃശം ഇവനെ ഇനി വെട്ടി നുറുക്കുവിൻ. ധിക്കാരം എത്ര കണ്ടീല മറ്റാർക്കുമേ. മമ നികടഭുവി വടിവോടൊപ്പമിരുന്നു മാം മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ. ഭയവും ഒരു വിനയവും ഇവനു കാൺമാനില്ല. പാപിയായൊരു ദുഷ്ടാത്മാ ഷഠനിവൻ. കഥയ മമ രാമനെന്നൊരു ചൊൽ. കാനനവാസി സുഗ്രീവനെന്ന് ആരെടോ. അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ. വചനം ഇതി കേട്ടു കോപം പൂണ്ടു ദന്തം കടിച്ചു കവീന്ദ്രനും ചൊല്ലിനാൻ. നിനവു തവ മനസ്സി പെരുതെത്രയും നന്നു നീ. നിന്നോടെതിരൊരു 100,000 രജനി ചരകുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാർ ഒരുമിച്ചെതിർത്തിയിടിലും. നിയതമിതു മമ ചെറുവിരർക്കു പോരാ പിന്നെ. നീ എന്തു ചെയ്യുന്നതെന്നോട് കസ്മല. പവനസുതവചനമിതി കേട്ടു ദശാസ്യനും പാർശ്വസ്ഥിതന്മാരോട് ആശു ചൊല്ലിയിടിനാൻ. ഇവിടെ നിശിചരർ ഒരുവരായുധപാണിയായില്ലയോ. കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ. അതുപൊഴുതിൽ ഒരുവൻ അവനോടടുത്തിയിടിനാൻ. അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ. അരുതരുത് ദുരിതമിതു ദൂതനെ കൊല്ലുകെന്ന് ആർക്കടുത്തോ നൃപന്മാർക്കു ചൊല്ലിയിടുവിൻ. ഇവന് വയം ഇവിടെ വിരവോട് കൊന്നിടിനാൽ എങ്ങനെ അങ്ങറിയുന്നിത് രാഘവൻ. അതിനു പുനരിവനൊരടയാളമുണ്ടാക്കി നാം അങ്ങയക്കേണമെന്നല്ലോ നൃപോചിതം. ഇതി സദസി ദശവദന സഹജവചനേന താൻ. എങ്കിലതങ്ങനെ ചെയ്യുകയെന്ന് ചൊല്ലിനാൻ. ഹനുമാന്റെ വാലിൽ തുണി ചുറ്റി എണ്ണയൊഴിച്ച് തീ കൊളുത്തി വിടുന്നു. ആ തീ കൊണ്ട് ലങ്ക മുഴുവനും ഹനുമാൻ ദഹിപ്പിക്കുന്നു. വദനമപി കരചരണമല്ല ശൗര്യാസ്പദം. വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു. വയമതിനു ജഡിതി വസനേന വാൽ വേഷ്ടിച്ചു. വന്നി പുരത്തിലെല്ലാടവും രജനിചര പരിവൃഢരെടുത്തു വാദ്യം കൊട്ടി. രാത്രിയിൽ വന്നോരു കള്ളനെന്നിങ്ങനെ നിഖില ദിശി പലരുമിഹ കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. കുലഹതകൻ ഇവനറിക നിസ്തേജനെന്ന് തൽക്കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കപികുലം. തിലരസഹൃതാതി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം ദരിതരച്ചുറ്റും ദശാന്തരേ. അതുലബലൻ അചലതരം അവിടമരുവീടിനാൻ. അത്യായത സ്ഥൂലമായത് വാൽത്തതാ. വസനഗണമഖിലവുമുടുങ്ങിച്ചമഞ്ഞിത് വാലുമതീവ ശേഷിച്ചിത്. പിന്നെയും നിഖില നിലയന നിഹിത പട്ടാമ്പരങ്ങളും നീളത്തിരഞ്ഞു കൊണ്ടൊന്നു ചുറ്റിയിടിനാർ. അത് മുടനൊടുങ്ങി വാൽ ശേഷിച്ചു കണ്ടളവ് അങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ. തിലജഘൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യപട്ടാംശുകജാലവും ചുറ്റിനാർ. നികൃതി പെരുതിവന് വസനങ്ങളില്ല ഒന്നിനി. സ്നേഹവുമെല്ലാം ഒടുങ്ങീത ശേഷവും. അലമലം ഇതമലനിവനെത്രയും ദിവ്യൻ. ഇതാർക്കു തോന്നീ വിനാശത്തിനെന്നാർ ചിലർ. അനലമിക വസനം ഇതിന് അനലമിനി വാലധിക്ക് ആശു കൊളുത്തുവിൻ. വൈകരുതേതുമേ. പുനരവരുമതു പൊഴുതു തീ കൊളുത്തിയിടിനാർ. പുച്ഛാഗ്രദേശേ പുരന്തരാരാദികൾ ബലസഹിതം അബലമിവ രജ്ജുഖണ്ഡം കൊണ്ട് ബദ്ധ്വാ ദൃഢതരം ധൃത്വാ കപിവരം. കിതവമതികളും ഇതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാ രവമരം ഗത്വാ പുരവരം. പറകളയുമുടനുടൻ അറിഞ്ഞറിഞ്ഞങ്ങനെ പശ്ചിമദ്വാരദേശേ ചെന്നനന്തരം പവനജനും അതികൃശ ശരീരനായിടിനാൻ. പാശവുമപ്പോൾ
ശിഥിലമായി വന്നിത്. ബലമുട് അവൻ അതിചപലം അചല നിഭഗാത്രനായി ബന്ധവും വേർപെട്ട് മേൽപോട്ടു പൊങ്ങിനാൻ. ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ. ഉടുപതിയൊടൊരു സുമളവ് ഉയരമിയലുന്ന രത്നോത്തുംഗ സൗധാഗ്രമേറിമേ വീടിനാൻ. ഉദവസിത നികരം ഉടനുടനുപരി വേഗമോടുത്പ്ലത്യ പിന്നെയും ഉത്പ്ലുത്യ സത്വരം. കനകമണിമയ നിലയം അഖിലമനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും. പ്രകൃതി ചപലതയോട് അവൻ അചലം ഓരോ മണിപ്രാസാദജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ. ഗജതുരകരഥബലപദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള ഹർമ്യങ്ങളും അനലശിഖകളും അനിലസുതഹൃദയവും തെളിഞ്ഞ് ആഹന്ത വിഷ്ണുപദം ഗമിച്ചു. തഥാ വിബുധപതിയൊടു നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചുകൊള്ളുവാൻ അഹമഹമികാധിയാ പാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു മുതാ. ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനിലസുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂരി പരിപൂർണമായി വന്നിതത്ഭുതം. ദശവദന സഹജഗൃഹമെന്നിയേ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ വെന്തുകൂടി ജവം. രഘുകുലപതി പ്രിയഭൃത്യനാം മാരുതി രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം. കനകമണിമയ നിലയ നികരമത് വെന്ത് ഓരോ കാമിനീ വർഗം വിലാപം തുടങ്ങിനാൾ. ചികുരഭരവസന ചരണാദികൾ വെന്ത് ആശുജീവനും വേർപെട്ടു ഭൂമൗ പതിക്കയും. ഉടലുരുകി ഉരുകി ഉടനുഴറി അലറിപ്പാഞ്ഞും ഉന്നതമായ സൗധങ്ങളിൽ ഏറിയും. ദഹനൻ ഉടൻ അവിടെയും അടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയും. മമതനയ രമണ ജനക പ്രാണനാഥ ഹാ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ. മരണം ഉടൻ ഉടലുരുകി മുറുകി വരുകെന്നത് മാറ്റുവാൻ ആരുമില്ലയ്യോ ശിവശിവ. ദുരിതമിത് രജനിചരവര വിരചിതം ദൃഢം. മറ്റൊരു കാരണം ഇല്ലിതിനേതുമേ. പരധനവും അമിത പരദാരങ്ങളും ബലാൽ പാപിദശാസ്യൻ പരിഗ്രഹിച്ചാൻ തുലും. അറികിൽ അനുചിതമത് മതേന ചെയ്തിടായവിൻ ആരും അതിൻ്റെ ഫലം ഇതു നിർണയം. മനുജ തരുണിയെ ഒരു മഹാപാപി കാമിച്ചു, മറ്റുള്ളവർക്കും ആപത്തായത് ഇങ്ങനെ. സുഹൃത ദുരിതങ്ങളും കാര്യമകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം. മദനശര പരവശതയോടു ചപലനായി വൻ മഹാത്മ്യമുള്ള പതിവ്രതമാരെയും കരബലമുട് അനുദിനമണഞ്ഞു പിടിച്ച് അതികാമി ചാരിത്രഭംഗം വരുത്തിയിടിനാൻ. അവർ മനസ്സിമരുവിന തപോമയ പാവകൻ അദ്യ രാജ്യേ പിടിപെട്ടിത് കേവലം. നിശിചരികൾ ബഹുവിധമോരോന്നേ പറകയും നിൽക്കും നിലയിലെ വെന്തു മരിക്കയും. ശരണമിക കിമിതി പല വഴിയും ഉടനോടിയും ശാഖികൾ വെന്ത് മുറിഞ്ഞുടൻ വീഴുകയും. രഘുകുലവരേഷ്ഠദൂതൻ ത്രിയാമാചര രാജ്യം 700 യോജനയും ക്ഷണാൽ സരസ ബഹുവിഭവയുത ഭോജനം നൽകിനാൻ. സന്തുഷ്ടനായത് പാവകദേവനും. ലഘുതരം അനിലതനയൻ അമൃതനിധി തന്നിലെ ലാങ്കൂലവും തച്ച് തീ പൊലിച്ചീടിനാൻ. പവനജന് ദഹനനഭി ചുട്ടതില്ലേതുമേ പാവകനിഷ്ടസഖിയാക കാരണം. പതിനിരതയാകിയ ജാനകീദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണാവശാൽ അവനി തനയാ കൃപാ വൈഭവം അദ്ഭുതം. അത്യന്ത ശീതളനായത് വന്യയും രജനിചരകുല വിപിന പാവകനാകിയ രാമനാമസ്മൃതി കൊണ്ടോ മഹാജനം. തനയധനധാര മോഹാർത്തരെന്നാകിലും താപത്രയാനലനെ കടന്നേടുന്നു. തദഭിമതകാരിയായുള്ള ദൂതന് സന്താപം പ്രാകൃതാനലേന ഭവിക്കുമോ? ഭവതി യതി മനുജജനനം ഭുവി സാമ്പ്രതം
പങ്കജലോചനനെ ഭജിച്ചിടുവിൻ. ഭുവനപതി ഭുജഗപതി ശയന ഭജനം ഭുവി ഭൂതദൈവാത്മസംഭൂതതാപാപഹം. തദനു കപികുലവരനും അവനിതനയാപദം താണു തൊഴുതു നമസ്കൃത്യ ചൊല്ലിനാൻ. അഹമിനിയും ഉഴറി നടകൊള്ളുവൻ അക്കരയ്ക്ക് ആജ്ഞാപയ ആശു ഗച്ഛാമി രാമാന്തികം. രഘുവരനും അവരജനും അരുണജനുമായി ദ്രുതമാഗമിച്ചിടും അനന്തസേനാസമം. മനസി തവ ചെറുതു പരിതാപമുണ്ടാകൊല മദ്ഭരം കാര്യം ഇനി ജനകാത്മജെ. തൊഴുത് അമിത വിനയം ഇതി ചൊന്നവൻ തന്നോട് ദുഃഖം ഉൾക്കൊണ്ടു പറഞ്ഞത് സീതയും. മമ രമണചരിതമുര ചെയ്ത നിന്നെ കണ്ട് മാനസതാപം അകന്നിത് മാമകം. കഥം ഇനിയും അഹമിഹ വസാമി ശോകേന മത്കാന്തവൃത്താന്ത ശ്രവണസൗഖ്യം വിന. ജനക നൃപദുഹിതൃദ്ഗിരം ഇങ്ങനെ കേട്ടവൻ ജാതാനുകമ്പം തൊഴുതു ചൊല്ലിയിടിനാൻ. കളകശുചം ഇനി വിരഹം അലം അതിനുടൻ മമ സ്കന്ധം ആരോഹ ക്ഷണേന ഞാൻ കൊണ്ടുപോയി തവ രമണ സവിധമുപഗമ്യ യോജിപ്പിച്ചു. താപം അശേഷമദ്യൈവ തീർത്തിയിടുവൻ. പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലിയിടിനാൾ. അതിനു തവ കരുതുമളവില്ല ഒരു ദണ്ഡം എന്നാത്മനി വന്നിത് വിശ്വാസമദ്യമേ. ശുഭചരിതൻ അതിബലമുട് ആശു ദിവ്യാസ്ത്രേണ ശോഷണബന്ധനാദ്യൈരപി സാഗരം. കപികുലബലേന കടന്നു ജഗത്രയ കണ്ടകനെ കൊന്ന് കൊണ്ടുപോക ആശുമാം. മറിവൊടൊരു നിശിരഹസി കൊണ്ടുപോയാൽ അത് മൽപ്രാണനാഥ കീർത്തിക്ക് പോരാദൃഢം. രഘുകുലജ വരനിവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നുകൊണ്ടുപോയിക്കൊള്ളുവാൻ. അതിരഭസമയി തനയ വേല ചെയ്തിടു നീ അത്ര നാളും ധരിച്ചിടുവൻ ജീവനെ. ഇതി സദയം അവനോടരുൾ ചെയ്തയച്ചിടിനാൾ ഇന്ദിരാദേവിയും. പിന്നെ വാതാത്മജൻ തൊഴുത് അഖില ജനനിയുടെ യാത്ര വഴങ്ങിച്ച് തൂർണം മഹാർണവം കണ്ടു ചാടിയിടിനാൻ. ഹനുമാൻ മടങ്ങി വരുന്നു. ത്രിഭുവനവുമുലയെ മുഹുരൊന്നലറിയിടിനാൻ. തീവ്രനാദം കേട്ടു വാനരസംഘവും കരുതുവിൻ ഇതൊരു നിനതമാശു കേൾക്കായതും കാര്യമാഹന്ത സാധിച്ചു വരുന്നിത്. പവനസുതൻ അതിനു നഹി സംശയം മാനസേ പാർത്തു കാൺക ഒച്ച കേട്ടാൽ അറിയാമതും. കപിനിവഹം ഇതി ബഹുവിധം പറയും വിധൗ കാണായത് അദ്രിശിരസി വാതാത്മജം. കപിനിവഹ വീരരെ കണ്ടിതു സീതയെ കാകുസ്ഥ വീരൻ അനുഗ്രഹത്താലഹം. നിശിചരവരാലയമാകിയ ലങ്കയും നിശേഷമുദ്യാനവും ദഹിപ്പിച്ചിത്. വിബുധ കുലവൈരിയാകും ദശഗ്രീവന് വിസ്മയമാം മാറു കണ്ടു പറഞ്ഞിത്. ജഡിതി ദശരഥസുതനോട് ഇക്കഥ ചൊല്ലുവാൻ ജാമ്പവതാദികളെ നടന്നിടുവിൻ. അതുപൊഴുത് പവനതനയനെയും അവരാദരിച്ച് ആലിംഗ്യ ഗാഠമാചുംബ്യ വാലാഞ്ചലം. കുതുകമുട് കവിനിജയം അനിലജന മുന്നിട്ട് കൂട്ടമിത്ത് ആർത്തു വിളിച്ചു പോയിടിനാർ. പ്ലവക കുല പരിവൃഢരും ഉഴറി നടകൊണ്ടുപോയി പ്രസ്രവണാജലം കണ്ടുമേ വീടിനാർ. കുസുമദളഫല മധുലതാതരുപൂർണമം ഗുൽമസമാവൃതം സുഗ്രീവപാലിതം. ക്ഷുധിത പരിപീഡിതരായ കപികുലം ക്ഷുദ്വിനാശാർത്ഥം ആർത്തിയാ പറഞ്ഞിടിനാർ. ഫലനികരസഹിതമിഹ മധുപൂരവും ഭക്ഷിച്ചു ദാഹവം തീർത്തു നാം ഒക്കവേ. തരണിസുത സവിധമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ട് ഉണർത്തിക്ക സാദരം. അതിന് അനുവദിച്ചരുളേണം എന്ന് ആശപൂണ്ടങ്കദനോടപേക്ഷിച്ചോരനന്തരം. അതിനവനും അവരോട് ഉടനാജ്ഞയെ ചെയ്കയാൽ ആശു മധുവനം ബുക്കിതെല്ലാവരും. പരിചൊട് അതിമധുര മധുപാനവും ചെയ്തവർ പക്വഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരെ.
ദധിമുഖനും അനിശമതുപാലനം ചെയ്വിത് ദാനമാനേന സുഗ്രീവസ്യ ശാസനാൽ. ദധിവദന വചനമുട് നിയതമതു കാക്കുന്ന ദണ്ഡധരന്മാർ അടുത്തു തടുക്കയാൽ. പവനസുതമുഖ കവികൾ മുഷ്ടിപ്രഹാരേണ പാഞ്ഞാർ ഭയപ്പെട്ട് അവരും അതിദ്രുതം. ത്വരിതമഥാ ദധിമുഖനുമാശു സുഗ്രീവനെ തൂർണമാലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ. തവ മധുവനത്തിനു ഭംഗം വരുത്തിയാൽ താരേയനാദികളായ കപിബലം സുചിരമതു തവ കരുണയാ പരിപാലിച്ചു. സുസ്ഥിരം ആധിപത്യേന വാണേനഹം വലമഥന സുതതനയനാദികളൊക്കവേ വന്നു മൽഭൃത്യജനത്തെയും വെന്നുടൻ. മധുവനവും ഇത് പൊഴുത് അഴിച്ചിത് എന്നിങ്ങനെ മാതുലവാക്യമാകർണ്യ സുഗ്രീവനും. നിജ മനസ്സി മുഹുരഭി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാ രാമനോട് ചൊല്ലിയിടിനാൻ. പവനതനയാദികൾ കാര്യവും സാധിച്ചു, പാരം തെളിഞ്ഞു വരുന്നിത് നിർണയം. മധുവനം അതല്ല എന്നാകിൽ എന്നെ ബഹുമാനിയാതെ ചെന്നു കാണുകയില്ലാരുമേ. അവരെ വിരവോട് വരുവതിന്നു ചൊല്ല, അങ്ങു ചെന്ന് ആത്മനി ഖേദിക്ക വേണ്ട വൃഥാ ഭവാൻ. അവനും അത് കേട്ടുടരിച്ചെന്നു ചൊല്ലിനാൻ അഞ്ജനാപുത്രാദികളോട് സാദരം. അനില തനയാംഗത ജാമ്പവാദികൾ അഞ്ജസ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ. പുനരവരും അതുപൊഴുതു വാച്ച സന്തോഷേണ പൂർണ്ണവേഗം നടന്നാശു ചെന്നീടിനാർ. പുകൾ പെരിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമഥനഹൃതി മരുവമഖില ജഗദീശ്വരൻ പുഷ്കരനേത്രൻ പുരന്തരസേവിതൻ ഭുജഗപതി ശയനൻ അമലൻ ത്രിജഗത് പരിപൂർണൻ പുരുഹൂത സോദരൻ മാധവൻ ഭുജഗനിവഹാസനവാഹനൻ കേശവൻ പുഷ്കരപുത്രീ രമണൻ പുരാതനൻ ഭുജഗകുലഭൂഷണാരാധിതാംഘ്രിദ്വയൻ പുഷ്കരസംഭവപൂജിതൻ നർഗുണൻ ഭുവനപതി മഖപതി സതാംപതി മൽപതി പുഷ്കരബാന്ധവപുത്രപ്രിയസഖി ബുധജനഹൃദിസ്ഥിതൻ പൂർവദേവാരാധി പുഷ്കരബാന്ധവവംശസമുദ്ഭവൻ ഭുജബലവതാം വരൻ പുണ്യജനാന്തകൻ ഭൂപതി നന്ദനൻ ഭൂമിജാവല്ലഭൻ ഭുവനതലപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രദൻ പുണ്യജനാർച്ചിതൻ ഭുജഭവകുലാധിപൻ പുണ്ടരീകാനനൻ പുഷ്പബാണോപമൻ ഭൂരികാരുണ്യവാൻ ദിവസകരപുത്രനും സൗമിത്രിയം മുത ദിഷ്ടപൂർണം ഭജിച്ചന്തികേ സന്തതം വിപിന ഭുവി സുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർ വായുപുത്രാദികൾ പുനരഥ ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണ്ണമോദം പറഞ്ഞാൻ അഞ്ജനാത്മജൻ കനിവിനോട് കണ്ടേനകം ദേവിയെത്തത്ര കർപ്പുരേന്ദ്രാലയെ സങ്കടമെന്നിയെ കുശലവും ഉടൻ വിചാരിച്ചത് താവകം കൂടെ സുമിത്രാതനയനും സാദരം ശിഥിലതരചികുരമുട് അശോകവനികയിൽ ശിംശപാമൂലദേശേ വസിച്ചിടിനാൾ അനശനമുട് അതികൃശരീരയായി അന്വകം ആശരനാരീ പരിവൃതയായി ശുചാം അഴൽ പെരുകി മറുകി ബഹുബാഷ്പവും വാർത്ത് അയ്യോ സദാ രാമരാമേതി മന്ത്രവും മുഹുരഭി ജപിച്ചു ജപിച്ചു വിലാപിച്ചു മുഗ്ധാംഗിമേവുന്ന നേരത്തു ഞാൻ തഥാ അതികൃശരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദമുൾക്കൊണ്ടിരുന്നേൻ അനാകുലം തവ ചരിതം അമൃതസമമഖിലമറിയിച്ചത തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുത് ഉടജഭുവി രഹിതയായി മരുവും വിധൗ ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും സവിതൃസുതനൊടു ജഡിതി സൗഖ്യമുണ്ടായതും സംക്രന്ദനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതിദുഹിതുരന്വേഷണാർത്ഥം കപീന്ദ്രനാൽ കീശൗഘമാശു നിയുക്തമായിടിനാർ അഹം അവരിലൊരുവൻ ഇവിടേക്ക് വന്നിടിനൻ അർണവം ചാടിക്കടന്ന് അതിവിദ്രുതം രവിതനയ സജീവൻ അഹമാശുകനന്ദനൻ
രാമദൂതൻ ഹനുമാൻ എന്നു നാമവും. ഭവതിയെയും ഇഹ ജഡിതി കണ്ടുകൊണ്ടേനഹോ ഭാഗ്യം ആഹന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം. ഫലിതമഖിലം മമാദ്യ പ്രയാസം ഭൃശം പത്മജാലോകനം പാപവിനാശനം. മമ വചനം ഇതി നിഖിലമാകർണ്യ ജാനകി മന്ദമന്ദം വിചാരിച്ചിത് മാനസേ. ശ്രവണയുഗളാമൃതം കേന മേ ശ്രാവിതം ശ്രീമതാമഗ്രേസരൻ അവൻ നിർണയം. മമ നയനയുഗളപഥമായാതു പുണ്യവാൻ മാനവവീരപ്രസാദേന ദൈവമേ. വചനം ഇതി മിഥിലതനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മശരീരനായി വിനയമുട് തൊഴുത് അടിയിൽ വീണു വണങ്ങിനേൻ. വിസ്മയത്തോട് ചോദിച്ചിത് ദേവിയും അറിവതിനു പറക നീ ആരെന്നത് എന്നോട് ഇത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം. കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ കഞ്ചദളാക്ഷിയും വിശ്വസിച്ചിടിനാൾ. അതുപൊഴുതിൽ അകതളിരിൽ അഴൽ കളവതിനു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേൻ. ആദരാൽ കരതളിരിൽ അതിനെ വിരവോട് വാങ്ങി തഥാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ. ശിരസി ദൃശി ഗളഭുവി മുലത്തടത്തിങ്കലും ശീഘ്രമണച്ചു വിലാപിച്ചിതേറ്റവും. പവനസുത കഥയാ മമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടിതല്ലോ സഖേ. നിശിചരികൾ അനുദിനം ഉപദ്രവിക്കുന്നതും നീ എങ്ങു ചെന്നു ചൊല്ലുക എന്നു ചൊല്ലിയിടിനാൾ. തവ ചരിതമഖിലമലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കപിസേനയോടും ദ്രുതം. വയം അവനിപതിയെ വിരവോട് കൂട്ടിക്കൊണ്ട് വന്നു ദശാസ്യകുലവും മുടിച്ചുടൻ. സകുതുകം അയോധ്യാപുരിക്കാശു കൊണ്ടുപോം സന്താപമുള്ളിൽ ഉണ്ടാകരുത് ഏതുമേ. ദശരഥസുതന് വിശ്വാസാർത്ഥമായി ഇനി ദേഹി മേ ദേവി ചിഹ്നം ധന്യം ആദരാൽ. പുനരൊരടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷന് വിശ്വാസ സിദ്ധയേ. അതും അവനിസുതയോട് അഹം ഇങ്ങനെ ചൊന്നളവ് ആശു ചൂടാരത്നമാതരാൽ നൽകിനാൾ. കമലമുഖി കനിവിനോട് ചിത്രകൂടാചലെ കാന്തനുമായി വസിക്കുന്ന നാൾ ഒരു ദിനം. കഠിനതര നഗര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊൽകെന്നു ചൊല്ലിനാൾ. തതനു പലതരം ഇവ പറഞ്ഞും കരഞ്ഞും ഉൾത്താപം കലർന്നു മരുവും ദശാന്തരെ. ബഹുവിധ വചോ വിഭവേന ദുഃഖം തീർത്തു ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ. വിടയും ഉടനഴകൊടു വഴങ്ങിച്ചു പോന്നിത് വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം. അഖില നിശിചരകുലപതിക്ക് അഭീഷ്ടാസ്പദം ആരാമമൊക്കെ തകർത്തേൻ. അതിനുടൻ പരിഭവമോട് അടൽ കരുതി വന്ന നിശാചരപാപികളെ കൊല ചെയ്തേൻ അസംഖ്യകം. ദശവദനസുതനെ മുഹുരക്ഷകുമാരനെ ദണ്ഡധരാലയത്തിന് എച്ചീടിനൻ. അഥ ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായി ആശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ. ലഘുതരമശേഷം ദഹിപ്പിച്ചിത് ബത ലങ്കാപുരം പിന്നെയും ദേവിതൻ പദം. വിഗത ഭയം അടിയിണ വണങ്ങി വാങ്ങിപ്പോന്നു. വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ. തവ ചരണനളിന മധുനൈവ വന്ദിച്ചിത് ദാസൻ ദയാനിധേ പാഹിമാം പാഹിമാം. ഇതി പവനസുതവചനമാഹന്ത കേട്ടളവ് ഇന്ദിരാകാന്തനും പ്രീതി പൂണ്ടീടിനാൻ. സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചിത് കേവലം. സദയം ഉപകാരം ഇച്ചെയ്തതിനാദരാൽ സർവസ്വവും മമ തന്നേ നിനക്കു ഞാൻ. പ്രണയമനസാ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കൽ ഇല്ലടോ. പുനരപി മാരുതപുത്രനെ പൂർണ്ണമോദം പുണർനീടിനാൻ ആദരാൽ. ഉരസി മുഹുരപി മുഹുരണച്ചു പുൽകീടിനാൻ. ഓർക്കെടോ മാരുതപുത്ര ഭാഗ്യോദയം. ഭുവനതലമതിലൊരുവൻ ഇങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൗഘ സൗഭാഗ്യമുണ്ടായടോ.
പരമശിവൻ ഇതി രഘുകുലാധിപൻ തന്നെ പാവനയായ കഥയരുൾ ചെയ്തത് ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തിപരവശയായി വണങ്ങിയിടിനാൾ. കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നത് കേട്ടു മഹാലോകരും തെളിയേണമേ. സുന്ദരകാന്ഡം ഇവിടെ പൂർത്തിയായി. പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്.